ഞാൻ ഇന്നലെ കുറച്ച് കമന്റുകളും മറ്റുമൊക്കെ കണ്ടിരുന്നു. കുറെ പേര് പറയുന്നുണ്ട്, അതായത് അനുമോള് പറഞ്ഞതിലും സത്യമുണ്ടാകില്ലേ? കാരണം ജിസേലിന്റെ ആര്യന്റെയും പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഇങ്ങനെയാണോ സാധാരണ അല്ലെങ്കിൽ ജിസേൽ പ്രതികരിക്കേണ്ടത്? അതായത് അനുമോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ജിസേൽ അല്ലേ ശക്തമായി പ്രതികരിച്ച് ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യേണ്ടത്? അപ്പൊ അന്ന് ആ ലിപ്സ്റ്റിക്ക് തുടച്ചു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ബഹളവും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കിയ ജിസേല് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് അതുപോലെയൊന്നും ചെയ്യാത്തത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അനുമോള് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ എന്ന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്താ പ്രശ്നം എന്നറിയോ? ജിസേല് ബഹളം ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞ പോയിന്റ് ആണ്. വേണമെങ്കിൽ ശരിയാണ്, അനുമോളെ പുറത്താക്കിയേ പറ്റൂ. എന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്രയും അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇന്നലെ അവിടെ ബഹളം ഉണ്ടാക്കേണ്ട ആള് ജിസേല് തന്നെയാണ് എന്നതിൽ ഒരു തർക്കവും. അത് ആര്യൻ ഉണ്ടാക്കിയ അത്രയും ബഹളം എന്തായാലും ഇന്നലെ ജിസേൽ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പലർക്കും ഒരു സംശയം തോന്നാമല്ലോ, ഇനി എങ്ങാനും അനു പറഞ്ഞത് സത്യമാണോ എന്നും. അപ്പൊ ഇതിനകത്ത് കുഴപ്പം എന്താന്ന് വെച്ചാൽ, അനുമോള് പറഞ്ഞത് ജിസേലും ആര്യനും ഉമ്മ വയ്ക്കുന്നത് കണ്ടു എന്നാണ് പുതപ്പിന്റെ ഉള്ളിൽ. അപ്പോൾ രണ്ട് വ്യക്തികൾ ഉമ്മ വയ്ക്കുന്നത് കണ്ടു എന്ന് അനുമോള് പറഞ്ഞ ഉടനെ തന്നെ ചാടിക്കേറി നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ അനുമോൾക്കെതിരെ അവിടെ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാലും എൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരാൾ പറയാണ് അനുമോൾ എന്ന് പറയുന്ന ആൾ വേറൊരാൾ ഉമ്മ വയ്ക്കുന്ന കണ്ടു, ഉറപ്പായിട്ടും ഞാൻ അതിനെ എതിർക്കും. ഒന്നുകിൽ ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്യണം. ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം, ശരിയാണ്, ആ വ്യക്തി പറഞ്ഞ കള്ളമല്ലല്ലോ, ഉമ്മ വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അയാളെ കുറ്റം പറയാൻ പറ്റും? അയാൾ കണ്ട കാര്യമല്ലേ പറഞ്ഞുള്ളൂ എന്ന് നമുക്ക് ചോദിക്കാം. ഇവിടെ അനുമോള് പറഞ്ഞ കാര്യം, ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും അംഗങ്ങളുള്ളൊരു വീടല്ലേ, ആ വീട്ടിൽ അനുമോൾ അല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ലെന്നേ. സി, ഇവരുടെ ബെഡിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആൾ അനുമോള് മാത്രമല്ലല്ലോ, വേറെയും ബെഡുകളുണ്ട്, ആൾക്കാരുണ്ട്. ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട്, അത് 1, 2, 3 ദിവസം നടന്നിട്ട് അവിടെയുള്ള വേറെ ആരും കണ്ടില്ലേ? കണ്ടെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് പറയണ്ടേ? ഒരൊറ്റ മനുഷ്യൻ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ സ്ഥിതിക്ക് ഇവിടെ അനുമോള് പറഞ്ഞത് വിശ്വസിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ ബിഗ് ബോസിന്റെ ഒരു കേസ് എടുത്താൽ, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്തില്ല എങ്കിലും ലൈവിൽ അത് കാണിക്കാൻ മടി കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ബിഗ് ബോസ് അത് കാണിക്കും, എന്തെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ അത് കാണിക്കും. ഇവിടെ ബിഗ് ബോസ് അങ്ങനെയൊന്നും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അനുമോൾ എന്നിട്ട് ഒരു കാര്യം കൂടി ഇന്നലെ പറയുന്നുണ്ട്, അതായത് അനുമോൾ ഇത് നോക്കുന്ന സമയത്ത് ക്യാമറകളൊന്നും തന്നെ ഇവരെ ഫോക്കസ് ചെയ്തിട്ടില്ല എന്ന്. അവിടെ വീണ്ടും നമുക്ക് സംശയം വരും. അങ്ങനെ വരാനും സാധ്യത കാണുന്നില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തന്നെ തികച്ചും പേഴ്സണൽ ആയ ഒരു കാര്യമായതുകൊണ്ട് അനുമോൾ ഇതെടുത്ത് പറയേണ്ട പോലും കാര്യമുണ്ടായിരുന്നില്ല. ഇത് നടക്കാനുള്ള സാധ്യത അനുമോൾ പറഞ്ഞതനുസരിച്ച് തീരെയില്ല. നമ്മുടെ മുമ്പിൽ കാണാത്തൊരു കാര്യം ഊഹം വെച്ചിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. അത് ആരെക്കുറിച്ചും കരുതാം അതിനകത്ത്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചിന്തിച്ചൂടെ, ബിഗ് ബോസിൽ ആരെല്ലാം തമ്മിൽ എന്തെല്ലാം നടക്കുമായിരിക്കും അല്ലേ? കാരണം ബിഗ് ബോസ് അതൊന്നും കാണിക്കൂലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ പോകുന്ന പാവപ്പെട്ട മുഴുവൻ ആൾക്കാരെയും നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിന് തുല്യമായി പോകില്ലേ? ബിഗ് ബോസ് അങ്ങനെ ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഷോ ആണ്. അത് നമ്മുടെ ഇവിടെ മാത്രമുള്ളൊരു ഷോ അല്ല. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസും എത്തിക്സും ഒക്കെ ഉണ്ട്. നമ്മൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അവർക്കതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഒരിക്കലും എന്റർടൈൻ ചെയ്യില്ല. അപ്പൊ എന്തെങ്കിലും വശപ്പശകായിട്ട് കണ്ടാൽ ഒന്നുകിൽ അത് ടെലികാസ്റ്റ് ചെയ്തിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ എടുത്ത് ഏറി കയറ്റും. അല്ലാത്തതാണ്, ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ബിഗ് ബോസ് ഉറപ്പായും വാണിംഗ് കൊടുക്കും, അത് അവസാനിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കില്ല. ഇതെന്ന് പറയുന്നത് മറ്റേ റിസോർട്ട് അല്ലല്ലോ, റൂം എടുത്ത് മറ്റേ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സുഹിക്കാൻ പോയതല്ലല്ലോ. അവിടെ ഗെയിം കളിക്കാനാണ് പോയത്. അവിടെ ഒരു പരിധി കൂടുതലുള്ള ഇന്റിമസിയോ അല്ലെങ്കിൽ ഒരു പരിധി കൂടുതലുള്ള കാര്യങ്ങളോ മലയാളം ബിഗ് ബോസിൽ അലൗഡ് അല്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ അവിടെ അനുമോൾ ഈ പറഞ്ഞ കാര്യത്തെ വിശ്വസിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ എന്റെ മുമ്പിൽ അതിനൊരു തെളിവ് കാണാതെ, നമ്മൾ ബിഗ് ബോസ് കണ്ടിട്ട് എപ്പിസോഡും ലൈവും കണ്ടിട്ട് എന്താണോ കാണുന്നത് അതിനെക്കുറിച്ചാണ് റിയാക്ട് ചെയ്യുന്നത്. രണ്ടുപേർ അടുത്തടുത്ത് കിടന്നാലോ അനുമോള് തട്ടി വിളിക്കുമ്പോൾ ചാടി എണീറ്റാലോ ഒന്നും അവർ തമ്മിൽ മറ്റേ പരിപാടിയായിരുന്നു എന്ന് പറയാൻ പറ്റൂല. ഉറങ്ങി കിടക്കുന്ന രണ്ടുപേരെ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് കിടക്കുന്ന രണ്ടുപേരെ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ ഒന്ന് തട്ടി വിളിച്ച് അവർ ഞെട്ടില്ലേ? പെട്ടെന്ന് ചാടി എണീക്കുമ്പോൾ ഡ്രസ്സ് നേരെ ആക്കില്ലേ? അത് മനുഷ്യ സഹജമാണ്. അതൊരിക്കലും നമുക്ക് അത് അവരങ്ങനെ കിടക്കുകയായിരുന്നു, വേറെ പരിപാടിയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത്, അനുമോളെ വിശ്വസിക്കാൻ കഴിയാത്തത് ഈ കാരണം കൊണ്ടാണ്. ഇനി എന്തുകൊണ്ടായിരിക്കാം ജിസേല് ഇത്രയും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിൽ റിയാക്ട് ചെയ്യാത്തത്? അതെനിക്കറിയില്ല. കാരണം അവർക്ക് അത്രയും സീരിയസ്നെസ് ആ വിഷയത്തിലുള്ളോ അതും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇതിനി കൂടുതൽ പറഞ്ഞ് നാണം കിടണ്ടെന്ന് കരുതിയിട്ടാണോ, പെട്ടെന്നുള്ളൊരു ഷോക്കിൽ സ്തംഭിച്ചു പോയതാണോ, എനിക്കറിയില്ല. എനിക്ക് അവരെ മനസ്സിലായിട്ടില്ല ഈ വിഷയത്തിൽ. ആര്യന്റെ കേസിലാണെങ്കിലും ആര്യൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്, കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത്. ഫൂട്ടേജ് കാണിക്കണമെന്നും ഇല്ലെങ്കിൽ അവളെ പുറത്താക്കണമെന്നൊക്കെ പോയി പറഞ്ഞതാണ്.
അതുപോലെ കൺഫെഷൻ റൂമിൽ ആര്യനെ വിളിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഷയം ഈ വീക്കിൽ മുന്നോട്ട് പോകണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ടാവും. കൺഫെഷൻ റൂമിൽ വിളിച്ച് ഇത് അവസാനിപ്പിക്കാൻ ബിഗ് ബോസിന് താല്പര്യം ചിലപ്പോൾ കാണില്ല. ഇത് ഏതുവരെ പോകുമെന്ന് ബിഗ് ബോസ് നോക്കുന്നതായിരിക്കാം. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരട്ടെ, ഇതിനൊരു സീരിയസ് പരിഹാരമായിരിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ, കൺഫെഷൻ റൂമിലേക്ക് വിളിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയും ആകാം. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ജിസേൽ റിയാക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഉന്നയിച്ച ആരോപണം ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. റിയാക്ട് ചെയ്തില്ല എന്നും പറയാൻ പറ്റില്ല, അവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് അവർ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തുറന്നു പറഞ്ഞാൽ പോരെ, നമ്മൾ രണ്ടുപേരും ഇൻഡിവിജ്വൽ അല്ലേ, നമ്മൾ ആരെ പേടിക്കണം, നമുക്ക് തുറന്നു പറഞ്ഞാൽ പോരെ, അങ്ങനെ ഒന്നും ഇല്ല എന്നവർ പറയുന്നുണ്ട്. പിന്നെ ചിലർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആര്യൻ ഇന്നേ വരെ സത്യം പറഞ്ഞിട്ടില്ല, ആര്യൻ കള്ളം മാത്രം പറയുന്ന ഒരാളാണ്. ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. ആര്യൻ സത്യം പറയുന്ന ആളല്ല. കാരണം ലാലേട്ടൻ ലാസ്റ്റ് വന്നപ്പോൾ മറ്റേ കുളിക്കുമ്പം വയ്ക്കണോ കിടക്കുമ്പോൾ വയ്ക്കണോ എന്നൊക്കെ ചോദിച്ച കേസുണ്ടല്ലോ മുട്ടത്തോട്, അപ്പോൾ പോലും ആര്യൻ കള്ളം പറഞ്ഞ ആളാണ്. ആര്യനെ നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ആര്യൻ കള്ളം പറയുന്ന ആളായിരിക്കാം, ജിസേൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും ശരിക്കും നമ്മളിത് കണ്ടിട്ടില്ലല്ലോ. എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. നമ്മൾ കാണാത്തൊരു കാര്യം നടന്നു എന്ന് നമുക്ക് എങ്ങനെ ഊഹിച്ച് പറയാൻ പറ്റും? എന്തെല്ലാം അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും? രണ്ടുപേരൊരു മുറിക്കകത്ത് കയറി ഡോർ അടച്ചു കഴിഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ചിന്തിക്കാം? അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അവർ രണ്ടുപേരും ചിലപ്പോൾ ഒരാൾ കട്ടിലും ഒരാൾ തറയിലും കിടന്ന് ഉറങ്ങുകയായിരിക്കാം. അല്ലെങ്കിൽ അവർ രണ്ടുപേരും ചിലപ്പോൾ ഹഗ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഉമ്മ വെച്ചിട്ടുണ്ടാവും, പലതും നടന്നിട്ടുണ്ടാവും അല്ലേ? നമുക്ക് പുറത്ത് നിന്ന് പലതും വിചാരിക്കാം. പക്ഷെ നമുക്ക് പറയാൻ പറ്റുമോ അവർ ഇന്നതാണ് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ അകത്ത് കയറി ഉമ്മ വെച്ചു എന്ന് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുമോ? അവരകത്ത് കയറി കെട്ടിപ്പിടിച്ചു എന്ന് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഇത് രണ്ടും അവർ ചെയ്യാതെ പാവങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചതാണെങ്കിലോ? ഒരാണും ഒരു പെണ്ണും ഒരു റൂമിനകത്തിരുന്നാലോ, അല്ലെങ്കിൽ ഒരു ബെഡിൽ കിടന്നാലോ, പുതപ്പ് മൂടി കിടന്നാലോ, അങ്ങനെയൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ മറ്റ് പലതും സംഭവിക്കുമെന്ന് നമുക്കങ്ങ് ഊഹിക്കാനേ പറ്റൂ. അങ്ങനെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. നമ്മളത് കണ്ണുകൊണ്ട് കാണാത്തിടത്തോളം കാലം അനുമോളുടെ കണ്ണിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അത് ചിലപ്പോൾ അനുമോളുടെ തോന്നലായിരിക്കാം, അനുമോളുടെ ഗെയിം ആയിരിക്കാം, കള്ളം പറഞ്ഞതായിരിക്കാം, മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ട്രാപ്പിലായി ആവേശത്തിൽ കയറി പറഞ്ഞ് പെട്ടുപോയതായിരിക്കാം. പക്ഷെ അനുമോളാണ് കണ്ടെന്ന് പറയുന്നത്, നമ്മളാരും കണ്ടിട്ടില്ല. ഇനി അനുമോളുടെ കൂടെ ഒരാളും കൂടെ കണ്ടു എന്ന് പറഞ്ഞെങ്കിൽ ഒരു സംശയത്തിന്റെ സാധ്യത അപ്പോഴും വരും. കാരണം രണ്ടുപേരും ഒരേ സമയത്ത് അങ്ങനെ കണ്ടെങ്കിൽ എന്തോ സംശയം ഉണ്ടെന്ന് നമുക്ക് പറയാം. ഇവിടെ അനുമോള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് ജിസേൽ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തോ, അല്ലെങ്കിൽ ജിസേൽ പോയി കംപ്ലൈന്റ് ചെയ്തോ, അല്ലെങ്കിൽ കൺഫെഷൻ റൂമിലേക്ക് ആര്യനെ വിളിച്ചോ വിളിച്ചില്ല എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. അത് നമുക്കിപ്പോഴും അനുമോളുടെ ഒരു ആരോപണം മാത്രമാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത്, വിലയിരുത്തുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ എന്തുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവര് അതിനകത്ത് നമ്മൾ കാണാത്തൊരു കാര്യം അതിന് വേറൊരാൾ എവിടെയെങ്കിലും പോയിരുന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് കാണുകയാണെങ്കിലേ പറയാൻ പറ്റൂ. അവിടെയാണ് അനുമോള് പെട്ടുപോകുന്നത് ഇതിനകത്ത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.